അവസാനിപ്പിക്കുകയാണ്. തല കൊടുത്ത് ചിന്തിക്കണം. റസൂലിൽ ഫനാ ആകലാണ്. അപ്പോഴാണ് ഖുർആനിൽ പറഞ്ഞ റസൂലാവുക. എന്ത് അന്നബി അത് മറക്കന്നെ ചെയ്യരുത്. അത് നമ്മൾ ആ ആയത്ത് സുന്നികൾ മറന്നിട്ടുണ്ട്. പറയണ പഴം മുഴുവനും ഷഫായത്തിന്റെ മഹത്വം ഇതൊക്കെ ഇല്ല എന്നല്ല. നീ ഷഫായത്തിന് റഹ്മത്തുള്ള നിശ്ചയിച്ചു എന്ന് പറയണ്ട, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇതിന്റെ ലാഭമല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? റസൂലുള്ള അതിന്റെ ഒക്കെ അപ്പുറത്താണ്. നമ്മളെല്ലാവരും അള്ളാഹു തആല നരകത്തിൽക്കാണ് ഇട്ടു. എന്നാലും റസൂൽ തന്നെയല്ലേ, അള്ളാഹ് അല്ലയല്ലേ. അവിടെ ചെന്നപ്പോ അള്ളാഹ് പറഞ്ഞ എന്ത്? സ്വർഗത്തിന് ചെറിയൊരു മിനുക്ക് പണിയുണ്ട്. കുറെ കാലായില്ലേ പഠിച്ചിട്ട്, അതുകൊണ്ട് ചെറിയ മിനുക്ക് പണിയുണ്ട്. നിങ്ങൾ കുറച്ചാലും പിന്നെ ഏതായാലും കുറെ കുതിര വിട്ടതല്ലേ, ഞാൻ കുറച്ചാൽ നരകത്ത് കടന്നു പോയി. അപ്പൊ നമ്മൾ പറയോ? നമ്മൾ പറയുന്ന ചോദ്യമല്ല കേട്ടോ. മുഅ്മിനീങ്ങൾ എന്ത് പറയോ? അത് ശരിയുണ്ടോ പഠിച്ചോനെ എന്ന് പറയോ? ആയിക്കോട്ടെ, ഞങ്ങൾ ഇച്ച് പറഞ്ഞു കൊടുത്തൊക്കെ പോകും. അള്ളാഹുവിനെ റസൂലിനെ കാണായാൽ സ്വർഗത്തിൽ കിടന്ന് മോമിനികൾ അട്ടഹസിക്കും. റബ്ബന ആഖിരിജ്ന, സ്വർഗത്തിൽ നിന്ന് പുറത്താക്ക്, ഹത്താ നറാക്ക്, ഞങ്ങൾക്ക് നിന്നെ കാണണം. ഓൽക്ക് അവിടെ പിന്നെ മന്തിയല്ല ആവശ്യം. ഓൽക്ക് അവിടെ എവിടെ പോകുക? നിന്നെ കാണാൻ പറ്റിയ നരകത്തിലാണെങ്കിൽ നരകത്തിലേക്ക്, ഞങ്ങൾക്ക് നരകം വിഷയമല്ല, ഞങ്ങൾ നിന്നെ കാണണം. അവരാണ് റബ്ബിൽ ഫനായവര്, അവരാണ് റസൂൽ ഫനായവര്. നമ്മളവിടെ ചെന്നോക്കാൻ ഭയങ്കര തിരക്കാണ്. അബ്ദുൽ കൗസറിന്റെ അവിടെ പെരും തിരക്കാണ്. നമ്മൾ ഈ മൗലൂദൊക്കെ രാവും പകലും 364 ദിവസം മങ്കൂസൊക്കെ ഓതി ചെന്നതാ. അവിടെ നോക്കുമ്പോ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ അപ്പുറത്തെ അവറാനോട് എന്ത് പറയും? കാര്യമൊന്നുമില്ല. നമ്മളപ്പുറത്തെ പാറക്കല്ലുമ്മൽ അങ്ങനെ മുണ്ടും പിരിച്ചിങ്ങനെ കുത്തിരുന്നാട് എന്ത് പറയാ? നമ്മൾ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നമ്മൾ വരുമ്പോഴൊക്കെ കിട്ടുന്നത് വിചാരിച്ചു. ഇപ്പൊ നബി നമ്മളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കും. ഞാൻ എല്ലാ ദിവസവും 1000 വട്ടം സലാം പറയാതെ കടന്നുറങ്ങിയിട്ടില്ല. അപ്പം നബിക്ക് നമ്മളെ മുഖത്തേക്ക് നോട്ടം തന്നില്ല. എനിക്ക് തീരെ അബ്ദുൽ ഖാദിർ തന്നില്ല, എന്നാലോ നബി നബിയല്ലേ. സ്വർഗം തന്നില്ല, നബി നബിയല്ലേ. മനസ്സിലായില്ലേ? അതന്നെ മനസ്സിലായോ? അതാണ് ഖുസൂസിയത്തിൽ നിന്ന് നബിയെ വായിച്ചാൽ ഈമാൻ നാഖിസായി പോകും. ബശരിയത്തിലേക്ക് പോയാൽ കുഫറുമായി പോകും. ബശരിയത്തിൽ നബിയെ കണ്ടാൽ കാഫിറാവും, ഉള്ളു കാഫിറാവും. ഖുസൂസിയത്തിലേക്ക് നബി തേടിപ്പോയാൽ അത് ഈമാൻ നാഖിസായി പോകും. അതുകൊണ്ടാണ് സ്വന്തം നഫ്സിനെക്കാൾ കമാലിയത്ത് ഒഴിവാക്കിയത്. ഇപ്പോഴും ഈമാൻ പൂർത്തിയായിട്ടില്ല, ആരോട് മടിയില്ലാതെ പറഞ്ഞു. അപ്പൊ എന്നിൽ ഫനാ ആകണം, അതായത് എന്നെ ഈസാർ ചെയ്യണം. എന്തിനേക്കാൾ? നിന്നെക്കാൾ. അപ്പോൾ നീ കാമിലായ മുഅ്മിനാകുന്ന ഉമർ ബിൻ ഖത്താബിനോട് പറയാൻ പോലും റസൂലുള്ളാഹിക്ക് മടിയില്ല. ആ രണ്ടാള് അപ്പോൾ സിദ്ദീഖിയായി ആര്? ഉമർ ബിൻ ഖത്താബും. അപ്പൊ നിന്റെ ബാധ്യത എന്താണ്? നിസ്കാരം നോമ്പുമല്ല. പക്ഷെ രണ്ടാമത്തെ കാര്യം, എന്റെ അവസാനത്തെ ബാധ്യത ആരാകലാണ്? സിദ്ദീഖിയാകലാണ്. ഷഹീദിന് 3ാമത്തെ പദവിയേ ഉള്ളൂ. ഷഹീദ് മരിച്ചു, കത്തി ഒരാൾ അർത്തു, എന്നാലും അവന് 3ാമത്തെ പദവിയേ ഉള്ളൂ. ആർക്ക്? ഷഹീദിന് സ്വർഗം കിട്ടും, പക്ഷേ കമാലിയത്ത് ഉണ്ടാവില്ല. എന്നോട് സിദ്ദീഖിയായാലേ കമാലിയത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. ഷഹീദ് രണ്ടാൾ ഷഹീദാകാം, സിദ്ദീഖിനും ഷഹീദാകാം, സിദ്ദീഖി അല്ലാത്ത ആൾക്കും ഷഹീദാകാം. മനസ്സിലായില്ല? സിദ്ദീഖിന് ഷഹീദ് ആവേണ്ട ആവശ്യമല്ല, നീ സാവും ചെയ്യാം. മനസ്സിലായോ? സിദ്ദീഖ് ആരിൽ ഫനാ ആണ്? നബിയിൽ ഫനാ ആണ്. ഷഹീദോ? ഷഹീദ് അവസാനം നബിയിൽ ഫനായി. നബിക്ക് വേണ്ടിയാണ് മരിച്ചു, നബിന്റെ ദീനിന് വേണ്ടി മരിച്ചു. അപ്പൊ 1 സെക്കൻഡിൽ ഫനാ ആയി. അപ്പൊ ഷഹീദിന്റെ പദവി വലിയ പദവി തന്നെ. പക്ഷെ ആരടുത്തെത്തൂല? സിദ്ദീഖ് ഓരോ സെക്കൻഡിനും നബിയിൽ ഫനാ. അവിടെ അവനാ കാര്യമില്ല തന്നെ, അവനാ കാര്യമില്ല. മനസ്സിലായി? ഷഹീദ് 3ാമത്തെ ഭാഗത്തേക്ക് തള്ളപ്പെട്ടു. എന്തുകൊണ്ട്? ഷഹീദ് അള്ളാഹ്ക്ക് വേണ്ടി മരിച്ചു, ശരിയാണ്. പക്ഷെ ജീവിതം മുഴുവനും ഒരുപക്ഷെ നമ്മളെപ്പോലെ തന്നെ അബ്ദുൽ ഖാദിർ കിട്ടണം വിചാരിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. കിട്ടണം വിചാരിക്കൽ തെറ്റല്ല. അതിലൂടെ നബിയെ വായിക്കുക. നമുക്ക് അബ്ദുൽ ഖാദിർ തരുന്ന നബിയല്ലേ, അബ്ദുൽ ഖാദിർ ഇനി തരുന്നില്ല. എന്നാലെന്താ എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ ഖാദിർ ഇനി ഇല്ല, ഉണ്ടാവില്ല. കുറച്ചാലത്ത് ഇനി അബ്ദുൽ ഖാദിർ നിർത്തിക്കണം. എന്നാലെന്താ? അബ്ദുൽ ഖാദിർ നബിയില്ലടാ അബ്ദുൽ ഖാദിർ. മനസ്സിലായില്ല? റഹീഖും മഖ്തൂമിൽ നിന്ന് അവരെ കുടിപ്പിക്കപ്പെടും ശുദ്ധമായ കള്ള്. ഏതാ സുഹൃത്ത്?
വൈലുൽ മുത്തഫിഫീൻ അല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? യുസ്ഖൗന മിൻ റഹീഖ് മഖ്തൂം, റഹീഖ് മഖ്തൂമിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. റഹീഖ് മഖ്തൂം റസൂലുള്ളാഹി ശുദ്ധമായ മദ്യം അങ്ങോട്ട് കുടിക്കും. നബിയെ വെച്ചാണ് കുടിക്കും. ഇവിടുന്ന് കുടിച്ചാൽ അവിടെയും കുടിക്കും, ഇവിടെ നബിയെ കുടിച്ചാൽ അവിടെ നമുക്ക് നബിയെ കുടിക്കാം. ആ നബിയെ കുടിക്കുക. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ ഫാത്തിമാവി എനിക്ക് വലിയ ആളാണ്, ഫാത്തിമാന്റെ മക്കൾ വലിയ ആളാണ്, അലി റളിയല്ലാഹു വലിയ ആളാണ്, ഹുസൈൻ റളിയല്ലാഹു വലിയ ആളാണ്. വലിയ ആളാണ് തന്നെ ആണ്, അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ആളുകൾ നമ്മൾ ഷിയാക്കളെ ആയിക്കോട്ടെ, എങ്ങനെ ഓൻ്റെ വാപ്പ നമ്മളെ റേഷൻ കാർഡിനൊക്കെ നിങ്ങൾക്ക് ആർക്കൊക്കെ എന്നെ ചെയ്യാന്ന് വിളിച്ചോളൂ ഞങ്ങന്മാരെ. ഞാൻ അലി ഇബ്നു അബീ ത്വാലിബിനെ വലിയ ഇഷ്ടമുള്ള ആളാണ്. എന്തുകൊണ്ട്? അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അലിയല്ലേ പ്രശ്നം, റസൂലാണ്. അന്നളുറു ഇലാ വജ്ഹി അലിയിൻ ഇബാദ, അലിയുടെ മുഖത്തേക്കൊക്കെ ഇബാദത്താണ് എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞുകൊണ്ട് എനിക്കത് വലിയ ആൾ തന്നെയാണ്. എനിക്ക് വലിയ ആൾ തന്നെയാണ്. ഞാൻ 2025 ഇൻഷാ അല്ലാഹ് അലിയാരുടെ അടുത്ത് പോകും. 2024 ഫെബ്രുവരി പോയിട്ടുണ്ട്, ജനുവരി പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? വലിയ ആളെന്നെ. അൻത അഖീ ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ അഖാണ് ആര്? താങ്കൾ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ ആൾ തന്നെയാണ്, നമുക്കത് വലിയ ആളാണ്. നമ്മളൊരു സയ്യിദിന്റെ കൈ പിടിച്ച് മുട്ടുന്നുമ്പോൾ നമ്മൾ ആരെ കാണുന്നത്? റസൂലുള്ളാഹിനെ. അല്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അപ്പൊ നമുക്ക് മിക്കവാറും നമ്മളെ സ്ഥാനാർത്ഥിയാക്കും. അതല്ല, സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നമ്മളെ പേരും കൂടി കൊടുക്കാൻ വേണ്ടിയല്ല തങ്ങളെ കൈ പിടിച്ച് കുത്തിയത്. അങ്ങനെ പിടിച്ചു കുത്തിയാൽ ഇത് എന്തല്ലാത്തവനാണ്? ഈ നബീൽ ഫന ഇവരൊന്നല്ല. ആരൊക്കാണ്? സുൽത്താൻ. അപ്പൊ ബഷറിലൂടെ നബിയെ മനസ്സിലാക്കിയാൽ അത് കുഫറാണ്. എന്നാൽ ഖുസൂസിയത്തിലൂടെ നബിയെ മനസ്സിലാക്കിയാൽ അത് നാഖിസാണ്, അത് ഈമാൻ നാഖിസാകലാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ആര്? റസൂൽ ആരാണ് നമുക്കറിയില്ല. ഖലീഫത്തുല്ലാഹ്, അള്ളാഹിന്റെ ഖലീഫയാണ്. ഒരാൾ ഒരാൾ റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചാൽ ആരെ കൈ പിടിച്ചു എന്ന് ഞാൻ ഈ കിതാബിൽ നിന്ന് ഇബ്നു അജീബ തങ്ങളെ കിതാബ് മണിയായി ഞാൻ ഉദ്ധരിച്ചു. അങ്ങനെ ഉണ്ടോന്ന് ചോദിക്കണ്ട, അങ്ങനെയാണ്. അതിനിടയിൽ ഒരു വ്യത്യാസമല്ല. മനസ്സിലായില്ലേ?